നമുക്കിന്ന് സോയാബീൻസ് വയ്ക്കാവേ. ഞാനിവിടെ സോയാബീൻസ് കുതിർത്തി വെച്ചത് പിഴിഞ്ഞെടുത്തിട്ട് മുളക്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ വറുത്ത് മാറ്റി വെച്ചിട്ട് എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഇട്ട് വഴറ്റുന്നുണ്ട്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ? സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ഇവിടെ ഞാൻ കണ്ടമുണ്ടോ ഇട്ടിട്ട് അരിഞ്ഞു വെച്ചേക്കണം, കാരണം എണ്ണയിൽ കിടന്ന് വാടാനുള്ളതല്ലേ. അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളി ഒന്ന് ശരിക്കും വാടട്ടെ. സവാള വരണ്ട് വരുന്ന സമയത്ത് ഇത് പിസ്ത നമുക്കൊരു ടൈം പാസ് വേണ്ടേ, അതിന് ഇത് കഴിച്ചുകൊണ്ടിരിക്കാനാട്ടോ, അതിനകത്ത് ഇടാനല്ല. അപ്പോൾ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സവാള അവിടെ വഴണ്ട് വരട്ടെ. ഓക്കെ, ഗ്രേവിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിക്കും വഴലട്ടെ. കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ടേ, കാരണം എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലേ, കിടക്കട്ടെ എന്ന് വിചാരിച്ച്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കൊഴുപ്പിന് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അതിനെന്തൊക്കെ നമ്മുടെ തിന്ന് ഇത്ര ഉള്ളത് സോയാബീൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൂട്ടുക. നല്ല ചൂടൻ ചോറായിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. ഞാൻ കഴിച്ചു. ഞാൻ ഗ്രേവി നോക്കിയായിരുന്നു, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പം നമ്മുടെ ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഒന്ന് വറ്റട്ടെ അല്ലേ? വറ്റുമെന്ന് എനിക്കറിയില്ല. വറ്റുമായിരിക്കും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.